വളരെ അടുക്കും ചിട്ടയോടും കൂടി KSRTC മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ എല്ലാം വലിയ പിന്തുണ, ജനങ്ങളുടെ വലിയ പിന്തുണയാണ് KSRTCക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബഹുമാന്യനായ ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ KSRTC ഒരു സൺസെറ്റ് ഇൻഡസ്ട്രിയാണ്, അതിൻ്റെ ഒരു അസ്തമയം കാണാൻ പോവുകയാണ്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് 10 വർഷം മുൻപ് തന്നെ, അതിനും 10 വർഷം മുമ്പ് തന്നെ ഇംഗ്ലീഷുകാരെല്ലാം നേരിട്ട് വന്ന് ഇവിടെ ആരംഭിച്ച ട്രാവൻകൂർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നീട് 65-ൽ KSRTC ആയി, കോർപ്പറേഷനായി, ഇന്ത്യയിലാകെ കോർപ്പറേഷനുകളുണ്ടായി. ഇപ്പോൾ അതിൻ്റെ അവസാനമായി എന്ന് കരുതിയ പലരും ഇപ്പോൾ തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് ജനങ്ങൾക്കും ഈ ഗവൺമെൻറ്റിനും ഏറെ ആഹ്ലാദകരമായ ഒരു കാര്യമാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സൺസെറ്റിൽ നിന്ന് ഒരു പുതിയ സൺറൈസ് ഇൻഡസ്ട്രിയായി അല്ലെങ്കിൽ സർവീസായി KSRTC മാറും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതിനായി എല്ലാവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മറ്റൊരു തെറ്റായ ധാരണയും ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഇതിനെല്ലാം തടസ്സം നിൽക്കുന്നത് ഇവിടുത്തെ യൂണിയനുകളാണ്, ഇവിടുത്തെ ജീവനക്കാരാണ്, അവരാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം എന്ന് കരുതുന്ന ഒരു ചിന്താഗതി എങ്ങനെയോ നമ്മുടെ നാട്ടിൽ പരന്നിരുന്നു. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരെയും തൊഴിലാളികളെയും തൊഴിലാളി യൂണിയനുകളെയും വളരെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോവുക എന്ന ഒരു നയമാണ് ഇതിനകം നമ്മൾ നടത്തിയിട്ടുള്ളത്. യൂണിയനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് സമയവും മന്ത്രിയുടെ ഓഫീസിലേക്ക് വരാൻ, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ കാണാം. പ്രത്യേകിച്ച് അതിന് അപ്പോയിൻമെൻറ്റും ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ അവിടെയാണല്ലോ വരുന്നത് പല കാര്യം. അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് വിപുലമായിട്ട് ചർച്ചകൾ ചെയ്യാം. തൊഴിലാളികളും ഒരു ദിവസം എനിക്ക് തോന്നുന്നത് ചുരുങ്ങിയത് 10-25 തൊഴിലാളികൾ പല ഭാഗത്തുനിന്നുമായിട്ട് എന്നെ തന്നെ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ഓഫീസിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് എത്തുന്നുണ്ട്. ചീഫ് ഓഫീസിൽ അവർ വരുന്നതിൽ അത്ഭുതമൊന്നുമില്ല, അവരെപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതും ചർച്ചയിലൂടെയാണ് നമ്മൾ പരിഹരിച്ചത്. അതിനെയൊന്നും അടിച്ചമർത്താനോ അല്ലെങ്കിൽ അതിനെയെല്ലാം ഒരു വലിയ ഒരു അപകടമാണ് എന്ന് കാണാനോ ഒന്നും തന്നെ നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ എല്ലാവരുടെയും, ജനങ്ങളുടെയും തൊഴിലാളികളുടെയും യൂണിയനുകളുടെയും എല്ലാം സഹകരണത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ പണത്തിൻ്റെ കുറവുണ്ട്. ആ കുറവ് നികത്തുന്നത് മറ്റാരുമല്ല, നമ്മുടെ ധനകാര്യ വകുപ്പ്, ധനകാര്യ വകുപ്പിൻ്റെ മുഖ്യമന്ത്രി തന്നെ ആയതുകൊണ്ട് ഒരു ഫയൽ അയക്കൽ കുറവുണ്ട്. കാരണം ധനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും അയക്കേണ്ട, മുഖ്യമന്ത്രിക്ക് അയച്ചാൽ ധനമന്ത്രിക്കും കിട്ടുമല്ലോ, അദ്ദേഹം തന്നെയാണല്ലോ ധനമന്ത്രി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ശമ്പളവും പെൻഷനും മുടങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം അത് സ്ട്രീം ലൈൻ ചെയ്യുന്നതിന് വേണ്ടി ധനകാര്യ വകുപ്പിൽ നിന്നുള്ള അതത് മാസത്തെ പൈസ കൊടുക്കുക എന്ന ശ്രമകരമായ പണിയാണ് ചെയ്തിരുന്നത്. ഞങ്ങളതിനെ കുറച്ചുകൂടെ സ്ട്രീം ലൈൻ ചെയ്ത് അതിനെ കുറച്ച് സിസ്റ്റമാറ്റിക്കായി ഗവൺമെൻറ്റിന് പണം ലഭിക്കുന്നതിനുള്ള നല്ല ഒരു സിസ്റ്റം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എല്ലാ 25-ാം തീയതി ആകുമ്പോഴും ഒന്ന് ചോദിക്കണം എന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതെല്ലാം നമ്മുടെ സെക്രട്ടറി ആണെങ്കിലും MD ആണെങ്കിലും അവരോടൊന്ന് ജസ്റ്റ് ഒരു ഫോൺ കോളിൽ ചോദിച്ചാൽ, 1-ാം തീയതി ശമ്പളം കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ യെസ് എന്ന് തന്നെ ആയിരിക്കും ഉത്തരമെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിലും ഞാനത് ചോദിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഈ മാസവും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ബദലി ജീവനക്കാരുടെ കാര്യത്തിൽ കഴിഞ്ഞ മാസത്തിൽ ഒരു ആഴ്ചത്തെ താമസമുണ്ടായെങ്കിലും അതും പൂർണ്ണമായിട്ടും കൃത്യമായി കൊടുക്കുക എന്ന ഒരു രീതി തന്നെയാണ്. ഇതിന് സഹായം ആരാണെന്ന് ചോദിച്ചാൽ കേരള ഗവൺമെൻറ്റാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയായിട്ടാണ് പ്രിയദർശിനി തുടങ്ങിയത്. പ്രിയദർശിനിയുടെ പണം മാത്രമല്ല, നമ്മുടെ KSRTCയുടെ ശമ്പളവും പെൻഷനും അടക്കമുള്ള കാര്യങ്ങളിൽ ഗൗരവമായ ഒരു സഹായം, അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൂടെയാണ് പെൻഷൻ്റെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. ഞാനതിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യത്തെ മാസത്തെ പൈസ, ജൂൺ മാസത്തെ പൈസ കൊടുത്തു. ഇനി ജൂലൈ മാസത്തെ പൈസ ഉടനെ തന്നെ കൊടുക്കാനുള്ള റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല രീതിയിലേക്ക് KSRTC മുന്നോട്ട് പോകുന്നുണ്ട്.
അതിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടായി, കൂടുതലുണ്ടാകണം എന്ന് പറയുമ്പോൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു ടിക്കറ്റിംഗ് സമ്പ്രദായമാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം 149 എന്ന നമ്പറിൽ വിളിച്ചാൽ ആർക്ക് വേണമെങ്കിലും, അതും ഇന്ന് നമ്മൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാണ്, പക്ഷെ അത് വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ എല്ലാ ദിവസവും 149 വിളിച്ചൊരു എൻക്വയറി നടത്തും. അത് ഞാൻ വിളിക്കാമെന്ന് അവർക്കറിയില്ല, പക്ഷേ 149 നിങ്ങൾക്കും ഒന്ന് വിളിച്ച് ചോദിക്കാവുന്നതാണ്. പക്ഷേ വളരെ നല്ല രീതിയിൽ മാന്യമായ തരത്തിലാണ് അവരുടെ മറുപടികളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചെറിയൊരു ഡിലേ വരുന്നുണ്ടോ സംശയമുണ്ടോ, കുറച്ച് ആൾക്കാരെയും കൂടെ അതിൽ ആഡ് ഓൺ ചെയ്താൽ നമ്മൾ ഒരു 10 സെക്കൻഡ് ഒരാൾക്ക് അതിൽ കൂടുതൽ കാത്തു നിൽക്കുമ്പോൾ മുഷിയും 10 സെക്കൻഡിന് കൊണ്ട് അല്ലെങ്കിൽ 10-12 സെക്കൻഡ് കൊണ്ട് മറുപടി കിട്ടുന്ന ഒരു കോൾ സെൻറ്റർ 149 തുടങ്ങുകയാണ്. ഇതിനു മുമ്പും കോൾ സെൻറ്റർ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ കുറേ ഡിജിറ്റുകൾ നമ്മൾ അടിക്കണമായിരുന്നു, കാലതാമസം ഉണ്ടായിരുന്നു, ഡിജിറ്റ് കൂടുതൽ അടിക്കണമായിരുന്നു. ഇപ്പോൾ 149 അത് നമുക്ക് പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ അതൊന്ന് കൊടുത്താൽ കൂടുതൽ കോൾസ് വന്നോട്ടെ, ഞങ്ങൾ കൂടുതൽ ആളുകളെ വെച്ച് അത് മാനേജ് ചെയ്തുകൊള്ളാം. മറ്റൊന്ന്, ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബുക്കിങ്ങുള്ള സമ്പ്രദായവും നമുക്കുണ്ടായിരുന്നു, പുതിയ കാര്യമല്ല. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഞാൻ തന്നെയാണ് അത് ബുക്ക് ചെയ്തത്. അതിൽ 3 കാര്യങ്ങളെ ചോദിക്കുന്നുള്ളൂ: നിങ്ങളുടെ പേര്, വയസ്സ്, മെയിൽ ഓർ ഫീമെയിൽ. 3 ക്വസ്റ്റ്യൻ, വേറെ അഡ്രസ്സ്, ഇമെയിൽ, അങ്ങനത്തെ അൺവാണ്ടഡ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല. ഇത്രയും കാര്യം അറിയണമല്ലോ. പോകേണ്ട സ്ഥലം, ഇപ്പോൾ എനിക്ക് 277 രൂപയ്ക്ക് ഒരു ടിക്കറ്റ് ഇപ്പോൾ എനിക്ക് പാസ്സായിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇന്ന് എറണാകുളത്തേക്ക് എനിക്ക് യാത്ര ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ യാത്ര ചെയ്തില്ലെങ്കിൽ 277 രൂപ KSRTCക്ക് ലാഭമായിരിക്കും. എന്തായാലും നിങ്ങൾക്കും ഇനി പോകണമെങ്കിൽ വളരെ ലാഘവമായിട്ട് നമ്മൾ വാട്സാപ്പിൽ ബുക്ക് ചെയ്യുക, നിങ്ങളത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഉദ്ഘാടനത്തോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, പല കമ്പനികളിലും അത് നന്നായി നടക്കുന്നുണ്ട്. ജീവനക്കാർക്കൊരു നടപടി ജീവനക്കാർക്ക് എപ്പോഴും എല്ലാ സ്ഥലത്തും, പക്ഷേ പ്രോത്സാഹനമില്ല. പിന്നെ 4-5 വർഷം കൂടുമ്പോൾ ഒരു പ്രോത്സാഹനം ഉണ്ടായിട്ട് കാര്യമില്ല. എല്ലാ മാസവും നമ്മളെല്ലാ ഡിപ്പോയിൽ നിന്നും ആളുകളെ സെലക്ട് ചെയ്ത് 3 പേർക്ക്, അല്ലേ, 3 പേർക്ക് നമ്മുടെ ബെസ്റ്റ് കണ്ടക്ടർ ഡ്രൈവർ എന്ന പേരിൽ എല്ലാ മാസവും അവരുടെ പേര് എല്ലാ ഡിപ്പോയിലും നമ്മൾ പ്രദർശിപ്പിക്കും. എല്ലാ ദിവസവും ഒരു മത്സരമുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും മത്സരിച്ചാലേ അവർക്കത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഡിപ്പോകളാണെങ്കിലോ, ഡിപ്പോകളിൽ ഞാൻ നമ്മുടെ ബഹുമാനായ നമ്മുടെ അധ്യക്ഷനെ ഇവിടെ ഞാനൊരു നന്ദി പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. കാരണം എല്ലാ MLA-മാരും അധ്യക്ഷനായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ് കമ്മിറ്റി എന്ന പേരിൽ ഒരു കമ്മിറ്റി നിലവിൽ വന്നു. 93 കമ്മിറ്റിയാണ് നിലവിൽ വരേണ്ടത്. അതിൽ 80-ലധികം കമ്മിറ്റികൾ നിലവിൽ വന്നു. ബാക്കിയുള്ളതൊക്കെ ഡേറ്റ് ഇട്ട് കഴിഞ്ഞു. അപ്പോൾ MLA ആണ് ചെയർമാൻ. അതുപോലെ തന്നെ അതിൻ്റെ MLA ബൈ ചാൻസ് വന്നില്ലെങ്കിൽ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനോ മേയറോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റോ അതിൻ്റെ അധ്യക്ഷനാവാവുന്നതാണ് ആ മീറ്റിങ്ങിൽ. അപ്പോൾ അങ്ങനെ MLA-മാർ വളരെ സന്തോഷത്തോടു കൂടി അവരും ഇന്നിപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു, മന്ത്രിമാരെല്ലാവരും വരും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ വകുപ്പിൻ്റെ മന്ത്രി ആയതുകൊണ്ട് ഞാൻ പോയി. പക്ഷേ എന്നേക്കാൾ മുൻപ് ഒരു മന്ത്രി എന്ന രീതിയിൽ നമ്മുടെ ബഹുമാനായ മുരളീധരൻ അവർകളാണ് ആദ്യമായി ആ മീറ്റിങ്ങിൽ പങ്കെടുത്തത് എന്നുള്ളതിന് ഞാൻ അദ്ദേഹത്തെ പ്രത്യേകിച്ച് അപ്പോൾ എനിക്കൊരു ധൈര്യമായി. കാരണം ഇനി മിനിസ്റ്റേഴ്സും കൂടെ അതിന് പോകും, മറ്റ് മിനിസ്റ്റേഴ്സും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. മുൻ മന്ത്രിമാർ ഇന്നലെ കൊട്ടാരക്കരയിൽ നമ്മുടെ മുൻ ധനകാര്യമന്ത്രി തന്നെ ഇന്നലെ കൊട്ടാരക്കരയിൽ അദ്ദേഹവും പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് നമ്മുടെ മന്ത്രിമാരും മുൻ മന്ത്രിമാരും എല്ലാവരും ഈ മീറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിനൊരു സമ്മാനം വെച്ചിട്ടുണ്ട്, അല്ലേ, അവിടെ മൊത്തമുള്ള ക്ലീൻലിനെസ്, അവിടുത്തെ ഒരു വൃത്തിയാക്കൽ, ആ ഡിപ്പോകളുടെ പ്രവർത്തനം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് നേതൃത്വം കൊടുക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്ന് ജനകീയവൽക്കരിച്ചു, വികേന്ദ്രീകരിച്ചു. ആ കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അംഗങ്ങളുണ്ട്. അസംബ്ലിയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഓരോ അംഗങ്ങളെ വീതം അവിടെ നൽകാവുന്നതാണ്. അപ്പോൾ 93 പിന്നെ ഡിപ്പോകളുണ്ട്. അപ്പോൾ ഏതാണ്ട് 1000-ഓളം ആളുകൾ അവിടെ, 1000-ഓളം രാഷ്ട്രീയ പ്രവർത്തകർ അവിടെ അംഗങ്ങളാവുകയാണ്. അതാണ് അതിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ജനങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുകയാണ്. മാത്രമല്ല, ഈ ഡിപ്പോ എവിടെ നിൽക്കുന്നോ ആ ഡിപ്പോ നിൽക്കുന്ന സ്ഥലത്തെ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ മെമ്പർ അവിടെ ഈ കമ്മിറ്റിയിൽ അംഗമാണ്. അപ്പോൾ 93 പഞ്ചായത്ത് മുനിസിപ്പൽ മെമ്പർമാരും അവിടെ അംഗമായി, ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ ചീഫുകൾ അതിൽ അംഗമായി. അങ്ങനെ അങ്ങേയറ്റത്ത് ജനകീയവൽകൃതവും വികേന്ദ്രീകൃതവുമായ ഒരു രീതിയിൽ ഡിപ്പോകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും ഒരു സമ്മാനം ഇവിടെ
ഏർപ്പെടുത്തുകയാണ്. എന്തായാലും ഈ വാട്സാപ്പ് ഈ ടിക്കറ്റിൻ്റെ ഉദ്ഘാടനം ഞാൻ ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിക്കുകയാണ്. ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് AI ഒരുപാട് ഇതുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ ചാറ്റ് ബോട്ടാണോ, അത് ചാറ്റ് ബോട്ടാണ് ഉപയോഗിക്കുന്നത്. ജെമിനി ഉണ്ട്, ചാറ്റ് ബോട്ടുണ്ട്, നിരവധി കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് AI പവേർഡാണ്. അല്ലെങ്കിൽ ഇത്ര സ്പീഡിൽ കിട്ടില്ല. AI ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗൂഗിളിലൊക്കെ പോവുകയാണെങ്കിൽ ലാഗ് ചെയ്യും. അപ്പോൾ അത് AI വന്നിട്ട് അധികമൊന്നും ആയില്ല. പക്ഷേ AI യുഗത്തിലേക്ക് KSRTC കയറിയിരിക്കുന്നതായും ഞാൻ ഇതോടുകൂടി അറിയിക്കുകയാണ്. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ അത് ഞാൻ ഈസിയാണോ എന്നറിയാൻ തന്നെ ഞാൻ തന്നെ ഒന്ന് എടുത്തു നോക്കിയത്. കാരണം നിങ്ങൾ എടുത്തു നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ അതൊരു മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 277 രൂപയ്ക്ക് എറണാകുളത്തേക്ക് ഒരു ടിക്കറ്റ് ഇപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളോടെല്ലാം ഇനിയും തുടർന്നും വലിയ സഹകരണവും സഹായങ്ങളും ഉണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിൽ ചാറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത് അല്ലേ? ഇവരായിട്ട് നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. AI നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുക, എവിടേക്കാണ് പോകേണ്ടത്, അതൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദിക്കുന്നുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഉടനെ തന്നെ ലോകത്തിലൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മറ്റ് സ്റ്റേറ്റുകളിലുണ്ടോ എന്നുള്ള കാര്യം അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതല്ല, മറ്റ് സ്റ്റേറ്റുകളിൽ ഇതുണ്ടോ? ഈ ഫീച്ചർ ഇവിടെയാണ്, RTCകളിൽ ഇവിടെയാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇത് തുടങ്ങുന്നത് എന്നാണ് ഞങ്ങളുടെ മിതമായിട്ടുള്ള അറിവ്. ഇനി വേറെ എവിടെയില്ല എന്നെനിക്ക് ഞങ്ങൾ അന്വേഷിച്ചിരുന്നത് ഇവിടെയാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. എന്തായാലും ഈ പരിപാടിയുമായി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.